പണ്ടെന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ദൃശ്യം സിനിമയിൽ പോലീസ് ഓഫീസറുടെ മകൻ സാധാരണക്കാരന്റെ മകളെ ബലാത്സംഗം ചെയ്യുന്നു. പിടിക്കപ്പെട്ടപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ അവനെ കൊന്നു കുഴിച്ചുമൂടുന്നു. പോലീസ് സ്റ്റേഷനകത്ത് കുഴിച്ചുമൂടിയ മൃതദേഹം നാളിതുവരെ കണ്ടുകിട്ടുന്നില്ല. മോഹൻലാൽ എന്ന മഹാനടൻ നടത്തുന്ന അതിവിദഗ്ധ നീക്കങ്ങളിലൂടെ പോലീസിന് ഒട്ടും പിടികിട്ടാതെ പോകുന്നു. എത്രയോ മോഡൽ കൊലപാതകങ്ങളും തന്ത്രങ്ങളും ദൃശ്യം മോഡൽ എന്ന പേരിൽ കേരള പോലീസിന് തലവേദനയായിട്ടുണ്ട്. ടവർ പരിശോധനയിലൂടെ ആളെ പിടിക്കുന്ന തന്ത്രവും ദൃശ്യത്തിന് ശേഷം പരാജയപ്പെടുകയാണ്. ഇത്രയും നെഗറ്റീവ് ചിന്തിക്കുന്ന മറ്റൊരു സിനിമ മലയാളത്തിൽ പിറന്നിട്ടില്ല. ഇതാണോ സിനിമ എന്ന് ചോദിച്ചാൽ ഇതും ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ബോക്സ് ഓഫീസ് വിജയം നേടിയ ദൃശ്യം 1ഉം 2നും ശേഷമാണ് ലൂസിഫർ 1ഉം എമ്പുരാനും മോഹൻലാൽ കാഴ്ചവെച്ചത്. 100 കോടി ക്ലബിൽ കയറുക മാത്രമാണോ ഒരു സിനിമയുടെ ലക്ഷ്യമെന്ന് മോഹൻലാൽ എങ്കിലും തിരിച്ചറിയണ്ടേ? സിനിമയെ അനുകരിച്ച് ഒട്ടേറെ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. സിനിമയെ സിനിമയായിട്ടല്ലാതെ ജീവിതോപാധിയായിട്ട് ചിലർ കാണും. ചിലർ സിനിമയിലെ ചീത്ത വശങ്ങളെ അനുകരിക്കും. അവരാണ് 90% പേരും. മോശപ്പെട്ട സാമൂഹ്യ ഇടപെടലുകൾ സിനിമയിൽ നിന്നും സെൻസർ ചെയ്യേണ്ടതാണ്. അത് എമ്പുരാനായാലും ദൃശ്യമായാലും ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ തുടരും വരെ. തുടരും എന്നാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത സിനിമയുടെ നാമധേയം. എന്താണ് തുടരുക എന്ന് വലിയ ചോദ്യങ്ങൾ നമ്മെ തുറച്ചു നോക്കുകയല്ലാതെ ഉത്തരങ്ങൾ തരുന്നില്ല. തുടരും എന്ന സിനിമ ശോഭനയുടെ തിരിച്ചുവരവിനെയാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ ഇത്തരം വേഷങ്ങൾ ശബന ആസ്മിയെ പോലുള്ള വിഖ്യാത നടികൾ ചെയ്തിട്ടുണ്ട്. ശോഭനയ്ക്ക് പലപ്പോഴും മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഏലു അല്ലു ഏലു അല്ലു എന്നല്ലാതെ ശോഭനയ്ക്ക് മറ്റൊന്നും പറയാനില്ല. ആദ്യ സിനിമകളിലെ വശ്യതയാർന്ന ഷോട്ടുകൾ കഥയിലേക്ക് കടക്കുമ്പോൾ ഇല്ലാതാവുകയാണ്. 2 കുട്ടികളുടെ അച്ഛനായ മോഹൻലാലിന് തൻ്റെ വളർത്തുപട്ടിയെ പോലെയാണ് മക്കളും. റൊമാൻസിന്റെ പുതിയ തലങ്ങളൊന്നും ലാൽ ഇതിൽ കാഴ്ചവെക്കുന്നില്ല. ലാലിനോളം എത്തിച്ചേരാൻ പാടുപെടുകയാണ് പത്മശ്രീ ശോഭന. ശോഭന എന്ന നടിയുടെ തിരിച്ചുപോക്കായിട്ടാണ് തുടരുമെന്ന സിനിമയിലെ വ്യാഖ്യാനം. ഇനിയും തുടർന്നാൽ ആസ്വാദകർ ഓടിച്ചെന്നും വരും. ശോഭനയ്ക്കും മോഹൻലാലിനും ഒന്നിച്ചഭിനയിക്കാൻ ഒരു കഥയുണ്ടാക്കിയതാണ് ഇതിലെ പാളിച്ച. സൂപ്പർ സ്റ്റാറുകൾക്ക് ഇടം കൊടുക്കുന്ന കഥ. ദൃശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി തുടരും സിനിമയിലെ മോഹൻലാലിന്റെ മകൻ പ്രണയിക്കുന്നത് പോലീസ് ഓഫീസറുടെ മകളെയാണ്. സാധാരണക്കാരന്റെ മകൻ തൻ്റെ മകളെ പ്രണയിച്ചതാണ് പോലീസ് ഓഫീസർക്ക് കലിതുള്ളാൻ കാരണമായത്. അവർ അപരിചിതരായിരുന്നില്ല, കളിക്കൂട്ടുകാരായിരുന്നു. മകളെ പ്രണയിച്ച കാമുകനെ എന്തിനാണ് കൊന്നു കുഴിച്ചു മൂടുന്നത്? പുതിയ കാലത്ത് ചെലവാകുന്ന ഇതിവൃത്തമല്ല ഇത്. ഇന്ത്യൻ ന്യായ സംഹിതയെ വെല്ലുവിളിച്ചാണ് മോഹൻലാൽ എന്ന നായകൻ പെരുമാറുന്നത്. തൻ്റെ മകനെ കൊലപ്പെടുത്തിയ 2 പോലീസ് ഓഫീസറെയും നിഷ്കരുണം കൊല ചെയ്ത് തൻ്റെ കാറിൽ അകപ്പെടുത്തുകയാണ്. ഏത് കാറിലാണോ തൻ്റെ മകൻ്റെ മൃതശരീരം കൊണ്ടുപോയത് അതേ കാറിൽ തന്നെ 2 പേരെയും കൊല ചെയ്ത് അടക്കം ചെയ്യുന്നു. മുരുകനെയാണ് മോഹൻലാൽ കൊലക്ക് മുൻപും കൊലക്ക് ശേഷവും കൂട്ടുപിടിക്കുന്നത്. മുരുകൻ കാലന്റെ പ്രതിരൂപമൊന്നുമല്ല. കൊല ചെയ്യാൻ ധൈര്യം സംഭരിക്കാൻ മുരുകനെ അസ്ഥാനത്ത് വിളിക്കുന്ന മോഹൻലാൽ കൊലക്ക് ശേഷം മാനസാന്തരപ്പെടാനും മുരുകനെയാണ് കൂട്ടുപിടിക്കുന്നത്. ഇത് കഴിഞ്ഞ് സിനിമകളിൽ വന്നുവിട്ട് മാനസാന്തരമാണോ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. എമ്പുരാനിൽ മഞ്ജു വാര്യരെ വെള്ളപൂശാനും ഉയർത്തിക്കാട്ടാനുമായിരുന്നു ശ്രമിച്ചത്. എന്നാൽ തുടരുമെന്നതിൽ ശോഭനയെ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. വയനാട് ദുരന്തവുമായി ഏച്ചുകെട്ടിയ സിനിമയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. ഒരു ദിവസത്തെ മലവെള്ളപ്പാച്ചിലിൽ തിരിച്ചറിയാനാവാത്ത മൃതശരീരങ്ങൾ ഒന്നിച്ചു കുഴിച്ചു മൂടുകയായിരുന്നു വയനാട്ടിൽ. എന്നാൽ 4 ദിവസം മുന്നേ വനത്തിൽ ചാക്കിൽ കെട്ടിയ ഉപേക്ഷിച്ച മൃതദേഹം വ്യക്തമായി തിരിച്ചറിഞ്ഞതാണ് സിനിമയിലെ പരാജയം. കാപട്യവും അതുതന്നെയാണ്. ഒരു മഹാദുരന്തത്തെ പോലും ഇതിവൃത്തമാക്കിയ കഥയെഴുത്തുകാരൻ സാമൂഹ്യ പ്രതിബദ്ധത എന്നത് തിരിച്ചറിയണമായിരുന്നു. ഇനി ഇതും മോഹൻലാൽ മാപ്പ് പറഞ്ഞ് തിയേറ്ററുകളിൽ ആളെ കൂട്ടുമോ എന്നാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് മോഹൻലാലിന്റെ കുറച്ച് അതിഭാവുകത്വമുണ്ടെങ്കിലും കൊടുത്ത ടിക്കറ്റിന്റെ പകുതിക്ക് മതിയാവും. ഷമി തിലകന്റെ അഭിനയവും ക്യാമറയും ചേർന്നാൽ പൈസയുടെ 60%. എന്നാൽ പശ്ചാത്തല സംഗീതത്തിന്റെ ബഹളം ഉറങ്ങാൻ പോകുന്ന ഏതൊരാളെയും പിടിച്ചിരുത്തും. പശ്ചാത്തലത്ത് നിന്ന് വരുന്ന ഏത് ബഹളവും ഇതിവൃത്തവുമായി ഒരു ബന്ധവുമില്ലാതെയാവുകയാണ്. ഇതൊരു 100 കോടി ക്ലബ്ബുകളിൽ കയറുക എന്നതാണ് മോഹൻലാൽ വിശ്വസിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല.
മറിച്ച് സിനിമയുടെ സൗന്ദര്യവും കഥയുടെ ഗാംഭീര്യവും ശോഭനയുടെ തിരിച്ചുവരവുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ടാകും. പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന മോഹൻലാൽ എന്ന നടൻ ആവനാഴി കാലിയാകാതിരിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. അടുത്ത ലാലിൻ്റെ സിനിമകൾക്കായി കാത്തിരിക്കാം. വിഷൻ ഇന്ത്യ TV.